ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൈം ഫാമിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ടൈം ഫാം സ്കാം ചെയ്തു എന്നുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സെക്കൻഡ്സ് ഇപ്പോൾ ഫാം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ജൂൺ 16 അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു സെക്കൻഡ്സ് ഫ്രീ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ 16 ഞങ്ങൾ എൻഡ് ആക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ടൈം ഫാമിനെ കണ്ട ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ടൊന്നും വരില്ല. എന്താണെന്ന് പറഞ്ഞാൽ ജൂൺ 16 അവർ എൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കത് വാങ്ങാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആയ കാരണമാണ് ഞാൻ ഫേസ് ഒന്നും കാണിക്കാത്തത്. ഫേസ് കാണിച്ചിട്ടും നിങ്ങൾക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. എന്നാലും നമുക്ക് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ ക്ലാസിക് ഫാം ഈസ് നൗ ഓഫ് ഫ്രം നൗ ഓൺ ദ ഓൺലി വേ ടു ഏൺ സെക്കൻഡ് ഈസ് ബൈ സ്റ്റേക്കിംഗ് ടൈം ഓർ കംപ്ലീറ്റിംഗ് ടാസ്ക്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേക്കിംഗ് ടൈമും അതേപോലെ തന്നെ ഇതിലുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾ സെക്കൻഡ്സ് ഏൺ ചെയ്യേണ്ട. ഇതിൽ എന്തൊക്കെ ടാസ്ക് വരുന്നുണ്ടോ ആ ടാസ്കുകൾ മാത്രം ചെയ്യുക. അപ്പോൾ ഇനി അവർ അടുത്ത സ്റ്റെപ്പ് എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ലോഞ്ചിങ് സൂൺ ദ ഫസ്റ്റ് വേവ് ഓഫ് ദ ഡ്രോപ്പ്. അപ്പോൾ എയർ ഡ്രോപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യാൻ പോവാണ്, അവർ കൊണ്ടുവരാൻ പോവാണ്. ഇതിൻ്റെ ആപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണും. ഈ ഒരു ഡ്രോപ്പിംഗ് എന്താണ്, ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജൂൺ 16 നമുക്ക് എല്ലാവർക്കും ഇതൊരു എൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എയർ ഡ്രോപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സിൽ 20% ആയിരിക്കും. ഇപ്പോൾ 1 ബില്യൺ സെക്കൻഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ 200 മില്യൺ ആയിരിക്കും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ടൈമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത്. അത് 3-4 സ്റ്റേജ് ആക്കിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കൂടുതലായിട്ടും എലിജിബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു കമ്പൽസറി ടാസ്ക് ഒന്നും അല്ല, ടൈമിൻ്റെ ഒരു ക്ലോക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. മേ ബി അത് തന്നെയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പൈസ കൊടുത്ത ആൾക്കാർക്കായിരിക്കും ഒരു ഡ്രോപ്പൊക്കെ കിട്ടുക. അപ്പോൾ ഇത് നെഗറ്റീവ് അല്ലേ ബ്രോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവാണ്. അതേപോലെ തന്നെ ഏർലി യൂസേഴ്സും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സിനും എയർ ഡ്രോപ്പ് കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏർലി യൂസേഴ്സും നല്ല രീതിയിൽ ആക്റ്റീവ് ആയ ആൾക്കാർക്കും ഇതൊരു എയർ ഡ്രോപ്പ് സമയത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കുറ്റം പറയാനില്ല. അപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കുറ്റം പറയും. എന്നാലും കുറ്റം പറഞ്ഞാൽ അവൻ്റെ ചാനലിൽ തെറി പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തെറി വിളിച്ചിട്ടും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അവർ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരട്ടെ. അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ ഈ ഒരു ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ കയറാത്തവരാണെങ്കിൽ ഇനി ഒരിക്കലും കയറണ്ട. എന്താണെന്ന് പറഞ്ഞത് വളരെയധികം ഒരുപാട് മുമ്പ് കാലം തൊട്ട് വന്നതാണ്. അപ്പോൾ ഇതിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിങ്ങിൻ്റെ ഈ സെക്കൻഡ്സ് ഫാമിങ് നിന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലെ ടാസ്കുകളാണ്. നിങ്ങൾ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇതിൽ 50% ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ മാക്സിമം ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതിൽ യൂട്യൂബ് വീഡിയോൻ്റെ ടാസ്ക് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടാസ്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ തന്നെ റെഫർ ചെയ്യാം. എന്നെക്കൊണ്ട് ഇനി ഇടാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാടുണ്ട്. അത് കാരണം ഒരുപാട് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും ഇടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ ചാനലിടാത്തത്. നിങ്ങൾക്ക് എന്തായാലും ഡെയിലി ഇതിൽ ഫോളോ അപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടാസ്കുകൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇനി ടാസ്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളിക്കാം, ഇല്ലെങ്കിൽ ഒരുപാട് ടാസ്ക് ചെയ്ത് ഇതിൽ എയർ ഡ്രോപ്പ് കിട്ടണമെന്ന് വിചാരിക്കുന്നവർ എന്ത് ചെയ്യുക, ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എയർ ഡ്രോപ്പിൽ മിനിമം ഒരു 1 ബില്യണൊക്കെ സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് വല്ല ഗുണമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ 1 ബില്യൺ ഉണ്ടെങ്കിൽ തന്നെയാണ് 20% 200 മില്യൺ എങ്കിലും നമുക്ക് കൺവേർഷന് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു 100 മില്യൺ ആണുള്ളതെങ്കിൽ ഒരു 10,000 സംതിങ് അങ്ങനെ അത്രയും 1 ലാഖൊക്കെ ആണ്, ഇല്ലെങ്കിൽ 2 ലാഖൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 20% മാത്രമാണ് ഫസ്റ്റ് കൺവേർഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.